ആധികാരികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായി 19,000 കോടി ഉണ്ടെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്ട്രെച്ച് അങ്ങ് നമുക്ക് നിവർത്തി നമുക്ക് കേരളിൻ്റെ ആവശ്യമില്ല എന്ന്. അതുകൊണ്ട് ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന് പറ്റില്ല. കാര്യം ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ചു പോയ പാർട്ടിയുടെ ആളായതുകൊണ്ട് ആ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. അത് ശരിയാ എന്ത് ശരി? പിന്നെ അങ്ങ് പറഞ്ഞു ഈ ലാൻഡ് അക്വിസിഷൻ നടത്താൻ കഴിയാത്തതിന്റെ പേരിൽ ഇട്ടെറിഞ്ഞിട്ട് പോയ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്ന്. അങ്ങ് മനസ്സിലാക്കേണ്ടത് ശ്രീ പിണറായി വിജയന് ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലാൻഡ് അക്വിസിഷൻ ഒരു പുതിയ നിയമം വന്നിരുന്നു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. മുൻപ് കൊടുത്തിരുന്നത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയായിരുന്നുവെങ്കിൽ അത് മാറി നാട്ടിലെന്താണോ വില ആ വില കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമം കൊണ്ടുവന്നയാളുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ്. ആ മൻമോഹൻ സിംഗിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പോകട്ടെ, എനിക്ക് അത്ര ചിരിയൊന്നും വരുന്നില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അന്ന് കണ്ണൂർ സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ ആണ്. ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ്. പറഞ്ഞു കഴിഞ്ഞില്ല നീ അവിടെ ഇനിയുണ്ട്. കമ്പ്യൂട്ടറിനെതിരെയല്ല, കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതിന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. അത് കമ്പ്യൂട്ടറിനെതിരെ അല്ല. അതുപോലെ കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിന്റെ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിപ്പം അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നാളെ ഇപ്പൊ ഞാൻ സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ഇപ്പൊ ശ്രീ ശിവശങ്കരൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ. നാളുകൾ അങ്ങയുടെ അടുത്ത തലമുറ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ട് സ്വർണത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള അല്പജ്ഞാനം മാത്രമാണ്. ആ വിഷയം ഓർമ്മപ്പെടുത്തുന്നു. അതെ, ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് അവനെ തല്ലണ്ടെന്നല്ല, അവന്റെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളണ്ടാന്നാ പറഞ്ഞത്. പിന്നെ അവസാനമായി പറയാനുള്ളത് കുടുംബത്തിന്റെ കുലമഹിമ കാരണം പാർട്ടി പ്രസിഡന്റ് ആയ ആളെ വനിതാ മുന്നേറ്റത്തിന്റെ ഫേസ് ആയോ ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നിയ നല്ല വാക്ക് എനിക്ക് പറയാനില്ല. നിനക്കിത് എന്തിന്റെ കുഴമ്പാ? കുടുംബ മഹിമയുടെ പേരിൽ സ്വാഭാവികമായിട്ടും കുടുംബ മഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് പല ആളുകൾ പൊതു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതാണ് എങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. അതിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ വി കെ സനോജനും ശ്രീ വസീഫിനും ഒക്കെ പ്രയാസം തോന്നുന്ന ഒരു പേരായതുകൊണ്ട് കുഴപ്പമായി തോന്നുന്നത് ആ പേര് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന ആ പേരായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വിടുകയാണ്. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഗാലറി എതിരായിട്ടും പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി കെ സനോജിന് എന്റെ അഭിവാദ്യങ്ങൾ. നന്ദി. ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ. ഒന്ന്. രണ്ട്, ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണ്, അതിൽ പോകരുതെന്ന് പറയൂ. ഞാൻ മൂഞ്ചി എടുത്തോണ്ട് പോയി വല്ല വാഴയ്ക്കും തടയിടാ.